കമ്മ്യൂണിസവും നാസിസവും യൂറോപ്പിൽ പിടിമുറുക്കിയ 1932 അശാന്തമായ കാലഘട്ടത്തിൽ ബെൽജിയത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടന്ന അത്ഭുത സംഭവങ്ങൾ ഇന്നും വിശ്വാസലോകത്ത് സജീവമായി നിലനിൽക്കുന്നു. ബ്യൂറേയിങ്കിലെ 5 കുട്ടികൾക്ക് പരിശുദ്ധ കന്യകാമറിയം 33 തവണ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് നിരവധി പേരാണ് ഇന്നും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വോയ്സിൻ ഡെഗംബ്രെ കുടുംബങ്ങളിലെ ഗിൽബർട്ട്, ഫെർണാണ്ടെ, ആൽബർട്ട്, ആൻഡ്രി ഗിൽബർട്ട് എന്ന 5 കുട്ടികൾക്കായിരുന്നു ഈ ദർശനങ്ങൾ ലഭിച്ചത്. 1932 നവംബർ മാസത്തിലെ ഒരു വൈകുന്നേരം സ്കൂളിന് സമീപമുള്ള ഗാർഡനിലെ പാലത്തിന് മുകളിലൂടെ വെളുത്ത വസ്ത്രം അണിഞ്ഞ, തലയിൽ പ്രകാശിക്കുന്ന കിരീടം ചൂടിയ ഒരു യുവതി നടക്കുന്നത് ആൽബർട്ട് എന്ന ബാലനാണ് ആദ്യം കണ്ടത്. പിന്നീട് മറ്റ് 4 കുട്ടികളും ഈ ദർശനം കണ്ടു. കുട്ടികൾ കാണുന്നത് വെറും തോന്നലാണെന്ന് പറഞ്ഞ് അധികാരികളും മാതാപിതാക്കളും ആദ്യം അവരെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഓരോ തവണ ദർശനം ഉണ്ടാകുമ്പോഴും കുട്ടികൾ ഒരുപോലെ മുട്ടുകുത്തി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമായിരുന്നു. ദർശന സമയത്ത് കുട്ടികൾ എക്സസി എന്ന ആത്മീയ നിർവൃതിയിലായിരിക്കെ ഡോക്ടർമാർ അവരെ പിച്ചിയും സൂചി കൊണ്ട് കുത്തിയും പൊള്ളലേൽപ്പിച്ചും പരിശോധിച്ചിരുന്നു. എന്നാൽ ദർശനത്തിൽ മുഴുകിയിരുന്ന 5 കുട്ടികൾക്കും യാതൊരു വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടിരുന്നില്ല. മാത്രമല്ല, അവരുടെ ശരീരത്തിൽ മുറിവുകളോ പാടുകളോ പോലും അവശേഷിച്ചില്ല. ഇത് ശാസ്ത്രലോകത്തെയും അന്നത്തെ അധികാരികളെയും ഒരുപോലെ അമ്പരപ്പിച്ചു. 1932 ഡിസംബറിൽ നടന്ന ഒരു ദർശനത്തിൽ നീ യേശുവിൻ്റെ അമ്മയാണോ എന്ന കുട്ടികളുടെ ചോദ്യത്തിന് പുഞ്ചിരിയോടെ അതേ എന്ന് മറുപടി പറഞ്ഞു. അവസാന ദർശനങ്ങളിൽ മറിയം തന്റെ കൈകൾ വിരിച്ചു കാണിച്ചപ്പോൾ അവളുടെ നെഞ്ചിൽ സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു സ്വർണ്ണഹൃദയം കുട്ടികൾ കണ്ടു. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക എന്ന സന്ദേശമാണ് മറിയം അവർക്ക് നൽകിയത്. ദർശനങ്ങൾ നടന്ന സ്ഥലത്തെ ഹത്തോൺ മരച്ചുവട്ടിലേക്ക് പിന്നീട് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. 1933 മാത്രം 20 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അന്ധർക്ക് കാഴ്ച ലഭിച്ചതും മാറാരോഗങ്ങൾ ഭേദമായതുമായ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ദീർഘമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം 1943 ബിഷപ്പ് ആൻഡ്രേ മേരി ചാരു ഈ ദർശനങ്ങൾ സത്യമാണെന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചു. 1949 വത്തിക്കാൻ ഇതിന് പൂർണ്ണമായ അംഗീകാരം നൽകുകയും ബ്യൂറേയിങ്കിനെ ഒരു ലോകപ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകത്തിന് പ്രത്യാശയും സമാധാനവും നൽകാനെത്തിയ സ്വർണ്ണഹൃദയമുള്ള നാഥയുടെ സന്ദേശം ഇന്നും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു.